നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. രാഹുൽ ഗാന്ധി മോസ്റ്റ് പോപ്പുലർ ആണ്. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചു വിട്ടത്. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിന്റെ MP-യുടെ പേര് അറിയാമോ? എല്ലാവർക്കും അറിയാമെന്നുള്ളത്. എല്ലാവർക്കും അറിയാം. നാട്ടാർക്കെല്ലാം പരിചിതനാണ് രാഹുൽ ഗാന്ധി. 98.4%. 1.6% ആളുകൾ മാത്രമാണ് MP-യുടെ പേര് അറിയില്ല. അല്ലെങ്കിൽ അത് മറ്റുത്തരങ്ങൾ നൽകിയതാകാം, MLA-യുടെ പേര് പറഞ്ഞതാകാം. രാഹുൽ ഗാന്ധി എല്ലാവർക്കും MP ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 98.4% എന്ന് പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായും 100% ആളുകൾക്കും അദ്ദേഹത്തെ അറിയാമെന്നത് തന്നെയാണ്. യാതൊരു കൺഫ്യൂഷനും അക്കാര്യത്തിനകത്തില്ല. അടുത്തത് MP-യുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. വളരെ മികച്ചതെന്ന 18.6%, മികച്ചതെന്ന 25.3%, ടോട്ടൽ 43.9%. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. 43.9% ആളുകൾ രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ തൃപ്തരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ്. മോശം എന്ന് പറയുന്നത് 20%-ൽ താഴെ 18.7% മാത്രം. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. 18.7% മാത്രമാണ് മോശം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം ആളുകൾ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ MP എന്ന നിലയ്ക്കുള്ള പ്രവർത്തനത്തിൽ മതിപ്പുള്ളവരാണ്. അപ്പോൾ അതൊരു സ്ട്രോങ് ഇൻഡിക്കേറ്ററാണ്. ഇതിലൊരു കാര്യം കൂടി, നേരത്തെ നമ്മൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ മണ്ഡലത്തിലെ ജനകീയത എന്ന് പറയുന്നത് മണ്ഡലത്തിൽ എത്രത്തോളം സജീവമാണ് എന്നതിനെ ആസ്പദമാക്കിയാണെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പക്ഷേ വയനാട്ടിൽ ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. കാരണം അദ്ദേഹം കൂടുതൽ സമയവും ദില്ലിയിലും, ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര, അത് കഴിഞ്ഞ് ഭാരത് ജോഡോ ന്യായ് യാത്ര, അങ്ങനെ യാത്രകളിലൂടെയാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ വയനാട് എന്ന മണ്ഡലത്തിൽ അത്രയും സമയം ചെലവഴിക്കാതിരുന്നിട്ടും രാഹുൽ ഗാന്ധിയെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അർത്ഥം ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര, ദേശീയ നേതാവ് എപ്പോഴും വരേണ്ട നേതാവല്ല, എല്ലാവരുടെയും കാര്യങ്ങൾ പരിശോധിക്കേണ്ട നേതാവാണ്. ആ നിലയ്ക്കാണ് വയനാട് കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ മറ്റു ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നിശ്ചയമായും വയനാട്ടിലെ വോട്ടർമാർക്ക് ബോധ്യമുണ്ടാകും. അതുകൊണ്ട് വയനാട്ടിൽ നിരന്തരം ഒരു സാന്നിധ്യമായിരിക്കണം ആ MP എന്ന് അവരാരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത് രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാവിന് സാധ്യമായിട്ടുള്ള ഒരു കാര്യവുമല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി നിരന്തരം ആ മണ്ഡലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഒരു ആക്ഷേപമായി പറയേണ്ട കാര്യമല്ല. നേരത്തെ സുജയ സൂചിപ്പിച്ച കണക്ക് രാജ്യത്ത് ഒപ്പോസിഷനെ യുണൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്ന ഒരു നേതാവ്, പിന്നെ ഈ പറഞ്ഞ കണക്ക് കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും ഒക്കെ നടത്തിയിട്ടുള്ള നേതാവ്, മണിപ്പൂർ പോലുള്ള സംഘർഷ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന നേതാവ്, ആ അർത്ഥത്തിലൊക്കെ ദേശീയ തലത്തിൽ ഒട്ടേറെ എൻഗേജ്മെന്റ് ഉള്ള ഒരു നേതാവ്, അത് നിശ്ചയമായും. അതുകൊണ്ട് വയനാട്ടുകാർ അത് പൊറുക്കാൻ തയ്യാറായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് വളരെ പ്രധാനമാണ്. 43.9% ആളുകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരാണ്. അതേസമയം കേവലം 18.7% മാത്രമാണ് അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ MP-യുടെ പ്രവർത്തനങ്ങൾ അവർ വളരെ ഗൗരവത്തോട് കാണുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3യിലേക്ക് പോകാം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാന വിഷയമായി കണക്കാക്കുന്നത് എന്തായിരിക്കും? ഏത് വിഷയത്തിനാണ് വയനാട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്ന് നോക്കാം. ആൻസേഴ്സ് ആർ ഹിയർ. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം എന്നത് പ്രധാന ഘടകമായി കാണുന്നവർ 15.1% പേരാണ്. അയോധ്യ ക്ഷേത്ര നിർമ്മാണം 4.2% പേർ പ്രധാന ഘടകമായി കാണുന്നു. വികസന പ്രവർത്തനം 32.1%. അഴിമതി 7.7, തൊഴിലില്ലായ്മ 11.1, രാജ്യസുരക്ഷ 11.3%. അവിടെയാണ് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. നോക്കൂ, ഈ മാവേലിക്കര മണ്ഡലത്തെക്കാൾ കൂടുതൽ ആളുകൾ അയോധ്യയുടെ കാര്യത്തിലും ഈ പറയുന്ന രാജ്യസുരക്ഷയുടെ കാര്യത്തിലും വയനാട്ടിൽ കൂടുതൽ മാർക്ക് കൊടുക്കുന്നു എന്നുള്ളത്. അതായത് ഞാനത് കൂട്ടി നോക്കുമ്പോൾ 15.5% പേര് ഈ രാജ്യസുരക്ഷയ്ക്കും അയോധ്യ ക്ഷേത്രത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. അതേപോലെ തന്നെ വളരെ പ്രധാനമാണ് കേട്ടോ, അഴിമതി 7.7%, വിലക്കയറ്റം 16.6%, ഒട്ടും കുറവല്ല, 16.6%, തൊഴിലില്ലായ്മ 11.1%. അപ്പം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അഴിമതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇത് മൂന്നും സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകങ്ങളാണ്. ആ മൂന്നും കൂടി ചേരുമ്പോൾ 35.4%. പറഞ്ഞുകൂടാ, തൊഴിലില്ലായ്മ എന്നുള്ളത് രാഹുൽ ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ദേശീയ തലത്തിൽ തന്നെ. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് വീണ്ടും ഈ പറയുന്ന ഒരു സ്ട്രോങ് ഇൻഡിക്കേറ്റർ വരുന്നു. അവിടെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടൊരു വികാരം നിൽക്കും. അത് പക്ഷേ ഒട്ടും അപ്രതീക്ഷിതമല്ല. അതിൽ നമുക്ക് നോക്കൂ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ ആ വ്യക്തി പ്രഭാവത്തിനാണ് വോട്ട്. രാഹുൽ ഗാന്ധിയെ നിങ്ങൾ മുന്നിൽ നിർത്തി വോട്ട് പിടിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, മറ്റു ഘടകങ്ങളും ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന, അതായത് പേഴ്സൺ സ്പെസിഫിക് മാത്രമല്ല സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ